മൂന്ന് തവണ ബി ജെ പി മുഖ്യമന്ത്രിയെ കോട്ടയിൽ പോയി കണ്ടു, അതും 1.5 മാസത്തിനിടെ. ഇതോടെ ഇന്ത്യ മുന്നണിയിലെ 2 പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നത്. വിശ്വസിച്ചു കൂടെ കൂട്ടിയ ഈ നേതാക്കൾ ഇപ്പോൾ കാലുവാരുന്നതിനുള്ള എല്ലാ സൂചനകളും നൽകി കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി എന്തിന് എന്ന ചോദ്യവും ഇവിടെ ആവർത്തിക്കുകയാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ചെറു പാർട്ടികൾ ചേർന്ന് രാജ്യം ഭരിക്കാമെന്ന് കരുതിയാൽ അത് BJPക്ക് മുന്നിൽ അടിയറവ് പറയലാണ് എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു പൊതുബോധം അതുപോലും ഇപ്പറഞ്ഞ പ്രമുഖ നേതാക്കൾക്ക് ഇല്ല എന്ന് വേണം പറയാൻ. അതേസമയം രണ്ടാമനായ നേതാവും പുകഴ്ത്തലുകളും പ്രശംസകളും കോരിച്ചെറിഞ്ഞുകൊണ്ടാണ് BJP പാളയത്തിലേക്ക് എന്ന സൂചനയും നൽകുന്നത്. കിട്ടിയ അടിയൊന്നും പോരാഞ്ഞിട്ടാണോ ഈ പുതിയ കരുനീക്കം എന്നേ ഇപ്പോൾ ചോദിക്കാനുള്ളൂ. പറഞ്ഞു വരുന്നത് എപ്പോഴും കലങ്ങി മറിയുന്ന മഹാരാഷ്ട്രയെ കുറിച്ചാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ അവരുടെ ശത്രുവല്ല. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പരാമർശമാണ് ഇപ്പോൾ പുതിയ ചർച്ചയിലേക്ക് വഴി തുറക്കുന്നത്. പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത കൂടിയാണ് പരാമർശത്തിലൂടെ BJP നേതാവ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും വിലയിരുത്തലുണ്ട്. മാറ്റാൻ പറ്റാത്തതായി രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല. ഉദ്ധവ് താക്കറെ നേരത്തെ ഞങ്ങളുടെ സുഹൃത്തായിരുന്നു, പിന്നീട് രാജ് താക്കറെ സുഹൃത്തായി, രാജ് സുഹൃത്തായി എന്നതുകൊണ്ട് ഉദ്ധവ് ശത്രുവാണ് എന്നർത്ഥമില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫഡ്നാവിസ് പറഞ്ഞത്. BJPയുടെ മുഖമായ ഫഡ്നാവിസ് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് പിന്നാലെ ഉദ്ധവ് അദ്ദേഹത്തെ സന്ദർശിച്ച് അഭിനന്ദിച്ചിരുന്നു. ഉദ്ധവിന്റെ മകനും MLAയുമായ ആദിത്യ താക്കറെ 1.5 മാസത്തിനിടെ 3 തവണയാണ് ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേറ്റർമാർ അടക്കം ഒട്ടേറെ പേരാണ് ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് BJPയിലേക്കും ഷിൻഡെ വിഭാഗത്തിലേക്കും ചേക്കേറിയത്. മറ്റൊരാൾ ശരത് പവാറാണ്. RSSനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് NCP പോലും ആ വഴിയെ പോകണമെന്നാണ് ശരത് പവാർ പറയുന്നത്. എല്ലാം കൊണ്ടെത്തിക്കുന്നത് അവസാനത്തെ ചരടെന്ന് പറയുന്നത് BJPയിലേക്കാണ് എന്ന് ചുരുക്കം.